നമസ്കാരം. ജ്ഞാനാമൃതധാരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാ കാലത്തും എല്ലായിടത്തും മനുഷ്യർ സമത്വം ആഗ്രഹിച്ചിരുന്നു. സമത്വത്തിനായുള്ള സമരങ്ങൾ കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും ലോകത്തെങ്ങും അസമത്വം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു വീട്ടിൽ പോലും എല്ലാവർക്കും ഒരുപോലുള്ള പരിഗണന ലഭിക്കുന്നില്ല. പിന്നെ എങ്ങനെ ലോകത്തിൽ സമത്വം നിലവിൽ വരും? ആത്മീയ ഭാഷയിൽ ഈ സമത്വത്തെ നമുക്കിന്ന് ഒരു അവലോകനം ചെയ്യാം. വരൂ ഇന്നത്തെ ജ്ഞാനരത്നങ്ങളിലേക്ക്. ഓം ശാന്തി. സമത്വം, സാഹോദര്യം, സ്നേഹം, ഇത് നമ്മുടെ ഭാരതീയ ദർശനമാണ്. സാഹോദര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതായത് അനവധി എപ്പിസോഡുകളിലൂടെ ജ്ഞാനാമൃതധാരയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ഇടയിലുള്ള സാഹോദര്യ ബന്ധം ആത്മീയ ബന്ധുത്വമാണ്. അല്ലെങ്കിലും നമ്മൾ ചില കത്തുകളൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്ഷണപത്രികയിലെല്ലാം വയ്ക്കാറുള്ളത് ധന്യാത്മൻ, പുണ്യാത്മൻ, ആത്മബന്ധു എന്നെല്ലാമാണ്. അപ്പം അതിൽ നിന്ന് തന്നെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പുണ്യാത്മൻ നമ്മളെ ക്ഷണിക്കുന്നത് പുണ്യാത്മാവേ പറഞ്ഞിട്ടാണ്, ധന്യാത്മാവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ ആത്മീയ ബന്ധുത്വമാണ് നമുക്ക് തമ്മിലുള്ളത് എന്നുള്ളത് സുവ്യക്തമാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചപ്പാടിനെ മനസ്സിലാക്കുകയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആത്മബന്ധുത്വം അർത്ഥം എന്താണ്? ഈ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവ് ചൈതന്യമാണെന്നും ആത്മാവും തമ്മിലുള്ള ബന്ധുത്വം സാഹോദര്യ ബന്ധമാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ ആത്മാക്കൾക്കും മാതാപിതാവ് ഒരു സർവശക്തിവാനായ ഈശ്വരനാണ്. അപ്പോൾ നമ്മൾ ഈശ്വരൻ്റെ സന്താനങ്ങളെന്ന നിലയിലാണ് സാഹോദര്യ ബന്ധം നമുക്ക് ഇടയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് സാധാരണ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മളെല്ലാ ദിവസവും അസംബ്ലിയിൽ പ്രതിജ്ഞ ചൊല്ലുന്ന സമയത്ത് തന്നെ ചൊല്ലാറുള്ളത് എന്താണ്? നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. അപ്പോൾ ആ പ്ലഡ്ജ് ചൊല്ലുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമുക്കറിയുമായിരുന്നില്ലല്ലോ നമ്മൾക്കിടയിൽ സാഹോദര്യ ബന്ധം എങ്ങനെ ഉണ്ടാകുന്നു. പ്ലഡ്ജ് ചൊല്ലുകയും ചെയ്യും, അതേ നമ്മൾ ക്ലാസ് റൂമിലേക്ക് പോയിട്ട് കുട്ടികൾ തമ്മിൽ വഴക്കിടുകയും ചെയ്യും, ബഹളം ഉണ്ടാക്കുകയും ചെയ്യും, പിണങ്ങുകയും ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കും. അതേപോലെ കുട്ടികൾ തമ്മിൽ എല്ലാ തരത്തിലുള്ള മോശമായിട്ടുള്ള പ്രവൃത്തികൾ, അത് ചിലത് കാമവികാരത്തിന് അടിമപ്പെടുന്നു, ചിലർ ക്രോധത്തിന് അടിമപ്പെടുന്നു, ചിലർ തമ്മിൽ ശത്രുത ഉണ്ടാകുന്നു. അപ്പോൾ ഈ തെറ്റായ പ്രവണതകൾ നമുക്കിടയിൽ വരുന്നുണ്ട്. പക്ഷേ വീണ്ടും ഇതെല്ലാം ചെയ്തിട്ട് വീണ്ടും നമ്മൾ അടുത്ത ദിവസം അസംബ്ലിയിൽ പോയിട്ട് വീണ്ടും നമ്മൾ പ്രതിജ്ഞ ചൊല്ലും, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്, അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മൾ സഹോദരങ്ങളെന്ന് പറയുന്നുവെങ്കിലും അതിന് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ, ഈവൻ നമ്മൾ ആ സ്കൂൾ ലൈഫിൽ പോലും എത്ര സമയം നമ്മൾ തമ്മിൽ ഇടപഴകുന്നു, കൂട്ടുകാർക്കിടയിൽ പോലും നമുക്ക് ആ സാഹോദര്യ ബന്ധത്തെ നിലനിർത്താൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ പ്രായോഗിക വശം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം രണ്ടുപേര് തമ്മിൽ ശരീരം കൊണ്ടുള്ള, അതായത് രക്തബന്ധം ഇല്ലെങ്കിൽ പോലും, കുടുംബബന്ധവും ഇല്ല, രക്തബന്ധവും ഇല്ലെങ്കിൽ പോലും നമുക്കെല്ലാവർക്കും അർത്ഥം ഭാരതത്തിൽ മാത്രമല്ല, വിശ്വത്തിലുള്ള എല്ലാ മനുഷ്യരും തമ്മിൽ ബന്ധുക്കളാണ്. ഏതർത്ഥത്തിൽ? ആത്മാവും ഭായി ബന്ധുത്വമാണ്. ആത്മാവും തമ്മിലുള്ളത് സാഹോദര്യ ബന്ധമാണ്, സഹോദരാത്മാക്കളാണ്. എന്നാൽ ആത്മാവ് രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമാനത കാണാൻ കഴിയും. കാരണം എല്ലാ ആത്മാവിൻ്റെ രൂപം അതിസൂക്ഷ്മമായ ജ്യോതിർബിന്ദു രൂപമാണ്. അതിസൂക്ഷ്മമായ ഒരു ദിവ്യപ്രകാശം. എങ്ങനെ ആകാശത്ത് നക്ഷത്രം തിളങ്ങുന്നത്, അതേപോലെ ആത്മാവിൻ്റെ രൂപവും സൂക്ഷ്മാതിസൂക്ഷ്മം. നക്ഷത്രത്തെ ആണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, നക്ഷത്രം പോലെ അല്ലെങ്കിൽ മിന്നാമിനുങ്ങ് പോലെ അതിസൂക്ഷ്മമായ നക്ഷത്ര സദൃശ്യമായ പ്രകാശ കണമാണ് ആത്മാവ്. അങ്ങനെ ജീവാത്മാക്കൾ, അതായത് മനുഷ്യ ശരീരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭ്രൂമധ്യം, ഇരുപുരികങ്ങളുടെ മധ്യഭാഗം, ഇതിനെ ഭ്രൂമധ്യം എന്ന് പറയും, ഭ്രുകുടി എന്ന് പറയും. അപ്പോൾ ഈ ഭ്രൂമധ്യം ആത്മാവിൻ്റെ സിംഹാസനം പോലെയാണ്. ഈ ഭ്രൂമധ്യമാകുന്ന സിംഹാസനത്തിലാണ് ആത്മാവ് കുടികൊള്ളുന്നത്.
എല്ലാ മനുഷ്യ ശരീരത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആത്മാവിൻ്റെ നിവാസസ്ഥാനം ഇത് തന്നെയാണ്. ഭ്രൂമധ്യത്തിലാണ്, തലച്ചോറിൻ്റെ മധ്യഭാഗത്താണ്. അപ്പം ആ ജ്യോതിസിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മളെല്ലാവരും തിലകവും പൊട്ടും ചന്ദനവും എല്ലാം ഈ ഭാഗത്ത് വയ്ക്കുന്നത്. ആത്മസ്മൃതിയുടെ തിലകമാണ്. അങ്ങനെ ആത്മസ്മൃതിയുടെ കാര്യത്തിൽ, അഥവാ ആത്മാവിൻ്റെ രൂപത്തിൻ്റെ കാര്യത്തിൽ നമ്മളിൽ എല്ലാവരിലും സമാനതയുണ്ട്. അതാണ് സമാനത അല്ലെങ്കിൽ സാഹോദര്യം. അപ്പോൾ സാഹോദര്യം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും സ്നേഹം ഉണ്ടായിരിക്കണം. കാരണം ആത്മാവും തമ്മിലുള്ള സാഹോദര്യത്തിൽ നിലനിൽക്കുന്നത് സ്നേഹമാണ്. പവിത്രമായ സ്നേഹം, ശുദ്ധമായ സ്നേഹം. അങ്ങനെ നമ്മളെല്ലാവരും ഒരച്ഛൻ്റെ അമ്മയുടെ ഒരേ ഒരു ഈശ്വരൻ്റെ മക്കളാണ്. അതാണ് നമ്മുടെ ഉള്ളിൽ സ്നേഹം ജനിപ്പിക്കുന്നത്. നമ്മൾ സഹോദരങ്ങളാണെന്ന സ്നേഹം, ആ സാഹോദര്യ സ്നേഹവും ഉണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ രൂപത്തിൽ സമാനത, ആത്മാവും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാഹോദര്യ ബന്ധം കാരണം പരസ്പരം ആത്മീയമായ ശുദ്ധമായ സ്നേഹം നമുക്കിടയിലുണ്ട്. ബാക്കി നമ്മളെ ജീവിതത്തിൽ, സമൂഹത്തിൽ, അല്ലെങ്കിൽ നമ്മളൊരു കുടുംബത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന സമത്വം എന്ന കാഴ്ചപ്പാട് അർത്ഥം എല്ലാവർക്കും എല്ലാ കാര്യത്തിലും തുല്യത ഉണ്ടായിരിക്കണം. അത് പ്രായോഗികമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു കുടുംബത്തിൽ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. ഒരേ അച്ഛനും അമ്മയ്ക്കും ജനിച്ച കുട്ടികൾ 2 പേരുണ്ടെന്നിരിക്കട്ടെ ഒരു വീട്ടിൽ. ആ 2 പേർക്കിടയിൽ പോലും നമുക്ക് സമാനത കാണാൻ പറ്റില്ലല്ലോ. ഈവൻ ട്വിൻസിൽ നോക്കിക്കോളൂ, ഇരട്ട കുട്ടികളായിട്ട് ജനിക്കുന്നവരിൽ പോലും ചെറിയൊരു വ്യത്യാസം ശരീരത്തിൻ്റെ രൂപത്തിൽ പോലും ഉണ്ടാവും. അങ്ങനെയാണല്ലോ നമ്മൾ അവരെ തിരിച്ചറിയുന്നത്. പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലും ചെറിയ വ്യത്യാസം ഇരട്ട കുട്ടികളുടെ ഇടയിൽ പോലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ശാരീരിക രൂപത്തിൽ പോലും ഒരച്ഛനും അമ്മയ്ക്കും ജനിക്കുന്ന 2 കുട്ടികൾക്കിടയിൽ സമാനത കാണുന്നില്ല. വ്യത്യാസം തീർച്ചയായിട്ടും രൂപത്തിലേ നമുക്ക് കാണാം. പക്ഷെ ആത്മാവിൻ്റെ രൂപത്തിൽ എല്ലാ ആത്മാവിൻ്റെയും രൂപം ജ്യോതിയാണ്. അതിസൂക്ഷ്മമായ അലൗകിക പ്രകാശകണമാണ് ആത്മാവ്. ആ സമാനത ആത്മാക്കളുടെ ഇടയിലുണ്ട്. ബാക്കി അച്ഛനും അമ്മയും നമുക്ക് നൽകുന്നത് ഈ ശരീരമാണ്. അച്ഛനും അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്നത്, അഥവാ നമ്മുടെ ഈ ശരീരത്തിൻ്റെ രചയിതാവാണ് നമ്മുടെ മാതാപിതാക്കൾ. ഈ ശരീരത്തിന് ജന്മം നൽകാനേ അവർക്ക് കഴിയുകയുള്ളൂ. ബാക്കി ശരീരം തയ്യാറായി കഴിയുമ്പോൾ, അമ്മയുടെ ഗർഭത്തിൽ ശരീരം പാകപ്പെടുന്ന സമയത്ത് പറയാറുണ്ടല്ലോ, 3 മാസത്തിന് 5 മാസത്തിന് ഇടയിലുള്ള സമയത്താണ് ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒരമ്മയുടെ ഗർഭത്തിൽ കുട്ടിക്കുള്ള ശരീരം തയ്യാറാകുന്നു. അതേപോലെ മനുഷ്യൻ വളർത്തിയെടുത്ത സയൻസിന് ഒരു ടെസ്റ്റ് ട്യൂബിനുള്ളിൽ പോലും ശരീരത്തിൻ്റെ നിർമ്മാണം മാത്രമേ ചെയ്യാൻ കഴിയൂ. പക്ഷേ ആ ശരീരത്തിൻ്റെ നിർമ്മാണം നടത്തിയിട്ട് അത് ഏതെങ്കിലും ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിച്ചിട്ട് വീണ്ടും അതിൽ ആത്മാവ് പ്രവേശിക്കണം. അപ്പോഴേ അതൊരു കുട്ടിയായിട്ട് മാറുകയുള്ളൂ, അല്ലേ? ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷനാകുന്നുള്ളൂ. അതായത് ആത്മാവിനെ നിർമ്മിക്കാൻ നമുക്കാർക്കും കഴിയില്ല. ശരീരത്തിൻ്റെ നിർമ്മാണം മാത്രമേ സയൻസിന് പോലും കൃത്രിമമായിട്ട് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ആത്മാവ് ചേതനയാണ്. ആ ചൈതന്യ ശക്തിയുടെ രൂപത്തിൽ സമാനതയുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അച്ഛനും അമ്മയ്ക്കും 2 കുട്ടികളിൽ ആ 2 കുട്ടികളുടെ സ്വഭാവത്തിൽ നമുക്ക് അന്തരം കാണാം. എന്തുകൊണ്ട്? അച്ഛനും അമ്മയും ജന്മം കൊടുത്തത് ആ കുട്ടിയുടെ ശരീരത്തിനാണ്. പക്ഷെ 2 കുട്ടികൾ അർത്ഥം 2 ആത്മാക്കളാണ്. 2 ആത്മാക്കളും ആത്മാവിൻ്റെ രൂപത്തിൽ 2ഉം പ്രകാശമാണ്. പക്ഷെ ആ പ്രകാശത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന മുദ്രണങ്ങളിൽ വ്യത്യാസമുണ്ട്. കാരണം ആത്മാവിൽ മനസ്സുമുണ്ട്, ബുദ്ധിയുണ്ട്, സംസ്കാരമുണ്ട്. ഇത് 3ഉം ആത്മാവിൻ്റെ 3 ശക്തികളാണ്. അപ്പോൾ ആത്മാവിൽ മനസ്സുള്ളത് കൊണ്ട് ചിന്തിക്കാനുള്ള ശക്തിയുണ്ട്. എല്ലാവരുടെയും ചിന്താശക്തി ഒരേപോലെയല്ല, അതിൽ വ്യത്യാസമുണ്ട്. ബുദ്ധിയുടെ ലെവൽ എല്ലാവരുടെയും ഒരേപോലെയല്ല. സംസ്കാരമുണ്ട്, സംസ്കാരവും എല്ലാവരുടെയും ഒരേപോലെയല്ല. കാരണം പൂർവ്വജന്മങ്ങളിൽ അനവധി ജന്മങ്ങളെടുത്ത് വന്ന ശരീരമാകുന്ന വസ്ത്രം മാറി മാറി വരുന്ന ആത്മാവ് എങ്ങനെയുള്ള സംസ്കാരമാണോ കൂടെ കൊണ്ടുവന്നിരിക്കണം, പൂർവ്വജന്മങ്ങളിലെ കർമ്മങ്ങളുടെ ആകത്തുകയായിട്ട് എങ്ങനെയുള്ള മുദ്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു, അതാണ് സംസ്കാരം. അപ്പോൾ തീർച്ചയായിട്ടും സംസ്കാരത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ചിന്താശക്തിയിൽ വ്യത്യാസമുണ്ട്, ബുദ്ധി, വിവേചനശക്തി, നിർണയശക്തിയിൽ വ്യത്യാസമുണ്ട്, സംസ്കാരങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 3 കാര്യത്തിലുമുള്ള വ്യത്യസ്തത കാരണം എല്ലാവരും തമ്മിൽ തീർച്ചയായിട്ടും അന്തരമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും റോളുകളും വ്യത്യസ്തമാണ്. നമ്മളെല്ലാവരും വ്യത്യസ്ത കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
അതല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കൂ, ഈ വ്യത്യസ്തത, നാനാത്വം എന്ന് ഉള്ളത്, അതായത് നമ്മളിലെ ഈ മനസ്സിലും ബുദ്ധിയിലും സംസ്കാരത്തിലുമുള്ള അന്തരം കാരണം നമ്മുടെ ഓരോരുത്തരുടെയും പാർട്ടിലുള്ള വ്യത്യാസം പ്രകൃതിയുടെ ഒരു നിയമവുമാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ശക്തിയും ബുദ്ധിയുടെ ശക്തിയും സംസ്കാരവും ഒരേപോലെ ആയിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാവരും ഒരേ പാർട്ടല്ലേ അഭിനയിക്കുക. ഒരേ പാർട്ട് അഭിനയിക്കണമെങ്കിൽ നാടകം എന്നതിനെ പറയാൻ കഴിയും. ഒരു നാടകം എന്ന് പറയുമ്പോൾ എത്ര കഥാപാത്രങ്ങളുണ്ടോ? ഇന്ന് 700 കോടിയോളം ജനങ്ങളെന്ന് പറയും. അപ്പോൾ ഈ 700 കോടി ജനങ്ങളർത്ഥം 700 കോടി ആത്മാക്കൾ 700 കോടി വേഷമിട്ടിട്ട് നാടക അഭിനയം നടത്തുക. എല്ലാവരും ഒരേ വേഷം അഭിനയിച്ചാൽ എങ്ങനെയുണ്ടാവും? അപ്പം അത് നാടകമാക്കുമോ? അപ്പോൾ പ്രകൃതിയുടെ നിയമം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത നാടകത്തിൻ്റെ നിയമം അനുസരിച്ചും തീർച്ചയായിട്ടും ഈ ലെവലിലുള്ള വ്യത്യസ്തത അവശ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വമുണ്ട്. നാനാത്വം നമ്മുടെ സങ്കല്പങ്ങളിലും വിചാരങ്ങളിലും നമ്മുടെ സംസ്കാരങ്ങളിലും പെരുമാറ്റങ്ങളിലും നമ്മുടെ ഓരോരുത്തരുടെയും പാർട്ടിലും തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ആ നാനാത്വത്തിനുള്ളിലും ഒരു ഏകത്വം ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഏകത്വം ഏതാണ്? ആ ഏകമായതാണ് ആത്മാവ്. ആത്മാവ് എല്ലാവരിലും ജ്യോതിയാണ്, പ്രകാശമാണ്. ആ പ്രകാശക്കണത്തിൻ്റെ നിലവാരത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരിലെയും ഗുണങ്ങളിൽ, ശക്തികളിൽ തീർച്ചയായിട്ടും അന്തരമുണ്ട്. സംസ്കാരങ്ങളിൽ അന്തരമുണ്ട്, അർത്ഥം നമ്മളിലെ ഗുണങ്ങളിലും ശക്തികളിലും വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ പ്രകടനങ്ങൾ, നമ്മൾ ഓരോരുത്തരും അഭിനയിക്കുന്ന പാർട്ടിൽ, നമ്മുടെ പെർഫോമൻസിൽ തീർച്ചയായിട്ടും അന്തരം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിൽ പോലും സമാനത നമുക്ക് ദർശിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തിൽ സമാനത എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ ഭാവത്തെ നമ്മൾ മനസ്സിലാക്കണം. സമാനത അർത്ഥം സാഹോദര്യ ഭാവം, ആത്മീയ ഭാവം. നമ്മളെല്ലാവരും ഒരച്ഛൻ്റെ മക്കളാണ്, നമ്മളെല്ലാവരും ആത്മസഹോദരങ്ങളാണ്. ആ ആത്മീയ സ്നേഹമാണ് നമുക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട സമാനത. ആ ആത്മീയ സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ നമ്മളെല്ലാവരും ഒരേപോലെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആത്മരൂപത്തിലുള്ള സമാനതയാണ് കാണിക്കുന്നത്. ബാക്കി ജീവിതത്തിൻ്റെ അഭിനയ ഭാഗത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒരേപോലെ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. 2 മക്കൾ, ഒരു അച്ഛനും അമ്മയ്ക്ക് രക്തബന്ധം ഉണ്ടെങ്കിൽ പോലും ആ 2 കുട്ടികളിൽ വിശേഷതകൾ വ്യത്യസ്തമായിരിക്കും, അഭിരുചികൾ വ്യത്യസ്തമായിരിക്കും. 2 മക്കളുണ്ടെങ്കിൽ 2 പേരുടെയും താല്പര്യങ്ങളിൽ വ്യത്യാസമുണ്ട്, കഴിവുകളിൽ വ്യത്യാസമുണ്ട്, അല്ലേ? ഈവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭക്തിപരമായിട്ട് പോലും നോക്കൂ, ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്ക് 4 തരത്തിലുള്ള വിശ്വാസങ്ങളായിരിക്കും, അല്ലേ? വിശ്വാസത്തിൻ്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട്, ആരാധനയിലും വ്യത്യാസമുണ്ട്, അല്ലേ? കാഴ്ചപ്പാടിലും വ്യത്യാസമുണ്ട്. ഒരു വീട്ടിൽ തന്നെ 4 പേരുണ്ട്, അവരുടെ മുന്നിലൊരു സമസ്യ വരികയാണ്. ഒരേ സമസ്യ 4 പേര് കൈകാര്യം ചെയ്യുന്നത് 4 തരത്തിലാണ്. ആ ഒരു സമസ്യ 4 പേരുടെ മുന്നിൽ വരുന്ന സമയത്ത് ആ 4 പേരും ആ സമസ്യയെ നോക്കി കാണുന്നത് 4 തരത്തിലാണ്. കാഴ്ചപ്പാടേ വേറെയാണ്, അല്ലേ? അപ്പോൾ ഈ കാഴ്ചപ്പാടിൻ്റെ അന്തരം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം മനസ്സ്, ബുദ്ധി, സംസ്കാരത്തിലുള്ള ആ വ്യത്യാസം കാരണം തീർച്ചയായിട്ടും നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട്. കാഴ്ചപ്പാടിലെ വ്യത്യാസം അനുസരിച്ച് നമ്മുടെ മനോഭാവത്തിലെ വ്യത്യാസം, നമ്മുടെ പാർട്ടിൻ്റെ അഭിനയത്തിലെ വ്യത്യാസം, ആ വ്യത്യാസം തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കേണ്ടതുണ്ട്. ആ നാനാത്വത്തെ സ്വീകരിക്കാനും ഏകത്വത്തെ അംഗീകരിക്കാനും നമുക്ക് കഴിയണം. രണ്ടും വേണം. ഏകത്വത്തെ അംഗീകരിക്കണം, നമ്മൾ ആത്മാക്കളാണെന്നുള്ള ബോധം വന്നാലേ പരസ്പര സ്നേഹവും സാഹോദര്യവും ഓരോരുത്തരെയും അവരവരായിട്ട് അംഗീകരിക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു അച്ഛനും അമ്മയ്ക്ക് 2 കുട്ടികളുണ്ട്. പക്ഷെ അച്ഛനും അമ്മയെ സംബന്ധിച്ചിടത്തോളം 2 കുട്ടികളെ തമ്മിൽ താരതമ്യപ്പെടുത്താൻ പാടില്ല. കണ്ടില്ലേ, മോൻ അങ്ങനെ ചെയ്തു, മോൾ ഇങ്ങനെയായി, അല്ലെ മൂത്താൾ ഇങ്ങനെ ചെയ്തു, ഇളയാൾ ഇങ്ങനെയായിപ്പോയി. അങ്ങനെ 2 പേരെ തമ്മിൽ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ. കാരണം 2 മക്കളും, അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, അല്ലെങ്കിൽ 2 പേരും ആൺകുട്ടികളാകട്ടെ, അല്ലെങ്കിൽ 2 പേരും പെൺകുട്ടികളായിക്കോട്ടെ, അനിയനും ചേട്ടനും ആയിക്കോട്ടെ. പക്ഷെ 2 പേരും തമ്മിൽ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകും. എന്തുകൊണ്ട്? 2 പേരും സ്വതന്ത്ര ആത്മാക്കളാണ്. ഓരോ ആത്മാവും യുണീക്കാണ്, അവരവരാണ്. ഓരോ ആത്മാവും സ്വതന്ത്രമാണ്. ഓരോ ആത്മാവിലും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സംസ്കാരത്തിൻ്റെയും നിലവാരം അവരവരുടേതാണ്. അപ്പോൾ ഈ സൃഷ്ടിയുടെ പ്രത്യേകത തന്നെ, വിശേഷത തന്നെ, ഈ നാടകശാലയുടെ വിശേഷത തന്നെ ഈ യുണീക്ക്നെസ്സാണ്. ഓരോരുത്തരിലും അവരവരുടേതായ നന്മകളും തിന്മകളുമാണ്. ഓരോരുത്തർക്ക് അവരവരുടേതായ കഴിവുകളും കഴിവുകേടുകളുമാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ
ഗുണങ്ങളും അവഗുണങ്ങളുമാണ്. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ നാനാത്വത്തെ നമ്മൾ മനസ്സിലാക്കണം. നാനാത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏകത്വത്തിൽ, ആത്മീയ ഭാവനയിൽ നമുക്ക് ഉൾക്കൊള്ളാനും കഴിയണം. അപ്പം 2 മക്കളെ പ്രതിയും അച്ഛനെയും അമ്മയെ സംബന്ധിച്ചിടത്തോളം 2 മക്കളാണ്. പക്ഷെ രണ്ടുപേരെയും തമ്മിൽ ഇയാൾ നന്നായിട്ട് പഠിക്കും, പക്ഷേ ഈ കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവ് കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി നന്നായിട്ട് പാടും, മറ്റേയാൾക്ക് പാടാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ ഈ വീട്ടിലെ കുട്ടികളെ അടുത്ത വീട്ടിലെ കുട്ടിയുമായിട്ട് താരതമ്യപ്പെടുത്താനും പറ്റില്ല. നമ്മുടെ 2 മക്കളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഉള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും ഇൻഡിവിജ്വൽസാണ്, ഓരോരുത്തരും സ്വതന്ത്ര ആത്മാക്കളാണ്. ആ വാസ്തവികതയെ നമ്മളാദ്യം ഉൾക്കൊള്ളണം. അവരുടെ കഴിവുകൾ എന്താണ്, അവരുടേതായ വിശേഷതകൾ എന്താണ്. ഓരോരുത്തർക്കും അവരവരുടെ കഴിവുകളുണ്ട്, അവരവരുടേതായ വിശേഷതകളുണ്ട്. ആ വിശേഷതയെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അവരായിട്ട് അംഗീകരിക്കുകയും വേണം. അതാണ് ഈ നാടകം അഭിനയിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ജീവിതത്തിലെ കൂട്ടിയുരസലുകളും തട്ടലും മുട്ടലുകളും ഒഴിവാക്കാൻ നമ്മളെല്ലാവരും അവശ്യം മനസ്സിലാക്കേണ്ട വസ്തുത, ഒന്ന്, ഞാൻ ആത്മാവാണ്. രണ്ടാമത്തത്, നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ സോൾസാണ്, സ്വതന്ത്ര ആത്മാക്കളാണ്. ഓരോരുത്തരും അവരവരുടെ പാർട്ട് അഭിനയിക്കുകയാണ്. മൂന്നാമത്തത്, ഓരോരുത്തരെയും അവരവരായിട്ട് അംഗീകരിക്കുക, അവരവരായിട്ട് സ്വീകരിക്കുക. നമ്മളെപ്പോഴും മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ മുൻകൂട്ടി ചില മുൻവിധികൾ വെച്ചിട്ട് ആ മുൻവിധികളുടെ ആധാരത്തിൽ ഇവരിങ്ങനെ ആയിരിക്കണം, ഇവരങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവരിങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യണം, ഈ മുൻവിധികളുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും നോക്കിക്കാണുന്നത്. അപ്പം നമ്മുടെ മുൻവിധികൾക്കനുസരിച്ച് അവരിൽ നിന്നുള്ള പ്രകടനം ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമുക്ക് നിരാശയുണ്ടാകുകയോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധത്തിൽ ഉരസലുണ്ടാകുകയോ ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത, ഓരോ ആത്മാവിനെയും അവരായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ നാടകത്തിൽ നമുക്ക് മാനസിക പിരിമുറുക്കം ഇല്ലാതെ എല്ലാവരോടൊപ്പം ഏത് തരത്തിലുള്ള പാർട്ടധാരികളാണെങ്കിലും നമുക്ക് ആരോടൊപ്പമാണ് പാർട്ട് അഭിനയിക്കേണ്ടതെങ്കിലും അവരോടൊപ്പം നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരായിട്ട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മുഴുവൻ ദിവസവും നമ്മുടെ ഉള്ളിൽ വേസ്റ്റ് ചിന്തനങ്ങളായിരിക്കും, വേണ്ടാത്ത ചോദ്യങ്ങളും അവരെന്താ അങ്ങനെ, ഇവരെന്താ ഇങ്ങനെ, ഇവരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, ഞാൻ ഇത്രയും സ്നേഹം കൊടുത്തിട്ടും കണ്ടില്ലേ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയില്ലേ. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ഒരിക്കലും അവസാനം ഉണ്ടാവില്ല. ചോദ്യങ്ങൾ ക്യൂ ഉണ്ടാക്കിക്കളെ. അതേസമയം നമ്മൾ ഓരോരുത്തരും ഞാൻ സ്നേഹമായിട്ട് പെരുമാറി, പക്ഷെ തിരിച്ചെനിക്ക് അതേപോലെ എന്നോട് സ്നേഹമായിട്ട് പെരുമാറിയില്ല എന്ന് തന്നെ ഇരുന്നോട്ടെ. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട, ശരിയാണ്, ഞാൻ എൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്തു, ഇനി അവരെൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയ അർത്ഥം ആ സമയത്ത് അവരുടെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കും, എന്തോ മാനസിക അസ്വാസ്ഥ്യം നേരിട്ട ഒരു സമയമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നോട് അങ്ങനെ പെരുമാറിയ. ബസ്, ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പുകളാണെങ്കിൽ ജീവിതം സ്ട്രെയിറ്റ് ലൈനിൽ പോകും. ചോദ്യചിഹ്നങ്ങൾ പോലെ ചോദ്യചിഹ്നം ഇട്ട് നമ്മൾ പോകണേ, 4 എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, 4 എന്നോട് അങ്ങനെ ചെയ്തില്ലേ, ഈ ചോദ്യങ്ങളും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ജീവിതം ചോദ്യം ചിഹ്നം പോലെ വളഞ്ഞതായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ചോയ്സ് ഉണ്ട്. ജീവിതം നേരായ മാർഗത്തിൽ സ്ട്രെയിറ്റ് ലൈനിൽ കൊണ്ടുപോകണോ അതോ ചോദ്യം ചിഹ്നം പോലെ വളച്ചതാക്കി കൊണ്ടുപോകണോ? സ്ട്രെയിറ്റ് ലൈനിൽ പോകണമെങ്കിൽ ജീവിതത്തിൻ്റെ ചില വാസ്തവികതകളെ മനസ്സിലാക്കി അംഗീകരിച്ച് അതിനനുസരിച്ച് നമുക്ക് പരിവർത്തനത്തിന്, നമ്മുടെ മനോഭാവത്തിൽ പരിവർത്തനം കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. അതിനാണ് ആധ്യാത്മിക ജ്ഞാനം, രാജയോഗ ധ്യാനം ഇത് നമ്മളെ സഹായിക്കണം. ഈ രാജയോഗ ധ്യാനത്തിൻ്റെ ജീവിതശൈലി തന്നെ അങ്ങനെ ഒരു മനോഭാവത്തിന് വ്യക്തിയെ തയ്യാറാക്കുകയാണ്. ഓം ശാന്തി. വൈവിധ്യം തന്നെയാണ് പ്രപഞ്ചത്തിന്റെ സ്വഭാവം. ഈ സ്വഭാവത്തെ ഉൾക്കൊണ്ട് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുക തന്നെയാണ് യഥാർത്ഥമായ സമത്വബോധം. സർവോപരി എല്ലാവരെയും ആത്മാവായി കാണുവാനുള്ള കഴിവിനെയാണ് സമത്വമുള്ള കാഴ്ചപ്പാട് എന്ന് വിളിക്കുന്നത്. വരൂ, ഇനി നമുക്ക് ഇന്നത്തെ പ്രയോഗശാല ശ്രദ്ധിക്കാം. അസമത്വത്തെയും സമത്വത്തെയും യഥാർത്ഥ രൂപത്തിൽ കാണാൻ നമ്മുടെ കാഴ്ചപ്പാട് ശരിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ആത്മരൂപത്തിൽ നമുക്ക് സമാനത അഥവാ സമത്വം കണ്ടെത്താം. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും പാർട്ടിൽ, നമ്മുടെ വ്യവഹാരത്തിൽ, നമ്മുടെ അഭിനയത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന അന്തരങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ, അതിനെ അസമത്വം എന്നുള്ള രീതിയിൽ
നമ്മളെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന രീതിയിൽ കാണാതെ അതിലെ അന്തരത്തെ ഉൾക്കൊള്ളാനും ആ അന്തരത്തിലുള്ള ആ അസമത്വത്തിനുള്ളിലും ചില സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തെ ആസ്വദിക്കാനും നമുക്ക് കഴിയണം. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ സസ്യങ്ങൾക്കിടയിൽ നോക്കിക്കോളും, വിത്തുകളിൽ നിന്ന് വൃക്ഷം വരും. മിക്ക വൃക്ഷങ്ങളും നമ്മൾ വിത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ വിത്തുകളെല്ലാം ഏകദേശം ഒരേപോലെ ഉണ്ടാവും. പക്ഷേ ആ വിത്തുകളിൽ നിന്ന് വൃക്ഷം പുറത്ത് വരുമ്പോൾ വൃക്ഷങ്ങളിൽ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാവും അല്ലേ? അതാത് വിത്തിൽ നിന്ന് അതിനനുസരിച്ചുള്ള വൃക്ഷം, ആ വൃക്ഷത്തിൽ നിന്ന് അതിനനുസരിച്ചുള്ള ഫലമാണ് പുറത്തേക്ക് വരിക അല്ലേ? ഒരു മാവിൻ തോപ്പിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാവിൻ്റെ വിത്ത് കൊണ്ട് നമ്മൾ ഇട്ടു, ഒരേ ടൈപ്പ് ഓഫ് മാവാണെങ്കിൽ പോലും ഒരു മാന്തോപ്പിൽ ഒരു 100 മാവിൻ്റെ ഇടയിൽ നമ്മൾ പരിശോധിച്ച് ആ വിത്തിൽ നിന്ന് പുറത്ത് വരുന്ന വളർന്നിരിക്കുന്ന വൃക്ഷങ്ങളിലും വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. അത് തരുന്ന ഫലങ്ങളിലും വ്യത്യാസമുണ്ട്. 100 മാവുണ്ടെങ്കിൽ 100 മാവ് ഒരേപോലെയല്ല ഫലം തരിക. നമ്മളിട്ടത് ഒരേ ടൈപ്പ് വിത്താണ്. അപ്പം അതേപോലെ നമ്മുടെ ജീവിതത്തെയും നോക്കിക്കാണാനുള്ള ഒരു അഭ്യാസം ഇന്നു മുതൽ നമുക്കെല്ലാവർക്കും വേണം. എല്ലാവരെയും അവരവരായിട്ട് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ആ വ്യത്യസ്തതകൾക്കുള്ളിൽ നാനാത്വങ്ങളിൽ കാണുന്ന സൗന്ദര്യത്തെ ആസ്വദിക്കാനും അംഗീകരിക്കാനും അവരോടൊപ്പം ചേർന്ന് പോകാനുള്ള ഒരു കാഴ്ചപ്പാട്, അതിനനുസരിച്ചുള്ള ഒരു ജീവിതശൈലി നമുക്ക് രാജയോഗി ജീവിതത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ. ഇനി നമ്മുടെ ശ്രദ്ധയെ ആന്തരിക ലോകത്തിലേക്ക് സഞ്ചരിപ്പിക്കാം. ധ്യാനാനുഭൂതി. ജീവിത നാടകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഓരോരുത്തരും പാർട്ട്ധാരിയാണെന്ന യാഥാർത്ഥ്യത്തെ ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, മക്കൾ, പേരമക്കൾ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ അധ്യാപകർ, എൻ്റെ ഗുരുജനങ്ങൾ, ബന്ധുമിത്രാദികൾ, എന്നോടൊപ്പം ഇടപഴകുന്നവർ, ഓരോരുത്തരും അവരവരുടെ പാർട്ട് അഭിനയിക്കുകയാണെന്ന യാഥാർത്ഥ്യം ഞാൻ ഉൾക്കൊള്ളുന്നു. ഓരോരുത്തരുടെയും ഭ്രൂമധ്യത്തിൽ, ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ തിളങ്ങുന്ന ആത്മജ്യോതിയെ ഞാൻ ദർശിക്കുന്നു. വ്യത്യസ്ത പാർട്ട്ധാരികൾക്കിടയിൽ ആത്മീയ ബന്ധുത്വത്തിൻ്റെ സമാനതയെ ദർശിക്കാൻ, സമത്വത്തെ ദർശിക്കാൻ എനിക്ക് കഴിയുന്നു. ഞാനും ഭ്രൂമധ്യത്തിൽ കുടികൊള്ളുന്ന തിളങ്ങുന്ന പ്രകാശ കണമാണ്. ദിവ്യപ്രകാശം പരത്തുന്ന ആത്മശക്തിയാണ് ഞാൻ. എന്നോടൊപ്പം നാടകശാലയിലുള്ളവരെല്ലാവരും ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന ദിവ്യ ജ്യോതിസാണ്. പ്രകാശം പരത്തുന്ന ആത്മീയ കണമാണ്. ആത്മാക്കൾ തമ്മിൽ സാഹോദര്യ ബന്ധമാണ്. സർവാത്മാക്കളും ഒരേയൊരു പരമാത്മാവിൻ്റെ സന്താനമാണെന്ന യാഥാർത്ഥ്യത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു. സാഹോദര്യത്തെ തിരിച്ചറിയുന്നു. ശുദ്ധമായ സ്നേഹമാണ് ആത്മാവും തമ്മിലുള്ളത്. സർവരും എൻ്റെ ആത്മീയ സഹോദരങ്ങളാണെന്ന യാഥാർത്ഥ്യം, ഈ സമഭാവന എൻ്റെ ഉള്ളിൽ ശുദ്ധമായ സ്നേഹത്തിൻ്റെ നീരുറവയുണ്ടാക്കുന്നു. സർവരും എൻ്റെയാണ്. ആര് എങ്ങനെയുള്ളവരാണെങ്കിലും എൻ്റെ സഹോദരാത്മാവാണ്. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അസൂയയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകവീട്ടലിൻ്റെയും
ചങ്ങലയ്ക്കുള്ളിൽ നിന്നെൻ്റെ മനസ്സ് സ്വതന്ത്രമായ പക്ഷിയെപ്പോലെ പറന്നുയരുകയാണ്. തോടിനുള്ളിൽ നിന്ന് പക്ഷിക്കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് പോലെ ദേഹബോധത്തിൻ്റെ കൂട് പൊളിച്ച് ശുദ്ധാത്മാവായ ഞാൻ ആത്മീയ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ചിറകടിച്ച് പറന്നുയരുകയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. ഇന്നത്തെ വിഷയം സമത്വമാണല്ലോ. സമത്വ ഭാവന സാധ്യമാകുന്നതെങ്ങനെയാണെന്ന ഭഗവാന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ശ്രീമതം. ഓരോ വസ്തുക്കളെയും നമ്മൾ വിവിധ രൂപത്തിലാണ് കാണുന്നതെങ്കിലും സൂക്ഷ്മത്തിൽ അവയെല്ലാം ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇതുപോലെ ഓരോ വ്യക്തികളിലും പല വ്യത്യാസങ്ങൾ നാം കാണുമ്പോൾ ആ വ്യത്യാസങ്ങളെല്ലാം ഈ സൃഷ്ടി നാടകത്തിൽ അവർ അഭിനയിക്കുന്ന റോളിന് മാത്രം ബാധകമാണെന്നും മൂലരൂപത്തിൽ എല്ലാവരും ആത്മാക്കളാകുന്ന പ്രകാശമാണെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി കൂടുതൽ കാര്യങ്ങളുമായി അടുത്ത ഭാഗത്തിൽ കാണാം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivajyotimedia@gmail.com. ഈ പരിപാടി നിങ്ങൾക്ക് വീണ്ടും കാണുന്നതിനായി www.timevision.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.